ഇനി മോള് കൈവിട്ടുള്ളൂ. നമുക്ക് ഇറങ്ങേണ്ട ഇടം എത്തി. ഇതാ വാ പോവാം. വരാൻ ഞാൻ വരില്ല. മഹേഷ് വരൂ. ഇല്ല. വരും മഹേഷ്. വരാൻ. വരില്ല. ഡോക്ടർ പത്മനാഭൻ വരൂ. എന്താ ഇത് മദൻ? ആ സ്പാൻഡർ കൊണ്ട് മുറുക്കി അത് മുറുകുവോ? ഇതാണ് എന്റെ കറക്റ്റ് സ്പാൻഡർ. എന്തായത് കൃഷ്ണൻകുട്ടി? അത് കുട്ടികളുടെ സൈക്കിളല്ലേ? വാ ഇവിടെ. ഡോക്ടർ ഡോക്ടർ ഗ്രേസി സക്കറി തന്നാണോ? അതെ. അവരെ നോക്കാം. അയ്യോ ശിവൻ, അത് പൊട്ടും. സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. ബോർഡൊന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട്. എന്ത് ബോർഡാ ഞാൻ വെക്കേണ്ടത്? സെന്റർ ഫോർ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ എന്നോ? ബുദ്ധിവികാസമില്ലാത്ത കുറെ കുട്ടികൾ ദായെന്ന് നാട്ടുകാരെ വിളിച്ചറിയിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ആ ബോർഡിന്റെ ചോട്ടിൽ കൂടെ ആണോ എന്റെ കുട്ടികൾ എന്നും ഇവിടെ വരാനും പോവാനും? നിങ്ങളുടെ മോളാണോ ഈ കുട്ടി? അതെ ഡോക്ടർ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഞാനും മോള് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഇല്ലേ? ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഒന്നിച്ചല്ല താമസം. നിങ്ങൾക്ക് അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ? അമ്മയില്ല, അച്ഛനങ്ങ് നാട്ടിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? കൃഷി, വീട്ടുകാര്യങ്ങൾ. ഇവിടെ വന്ന് ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ ചെയ്യില്ലേ? അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആണോ? എന്നാൽ ഇവിടെ ഈ കുട്ടിയെ ചേർക്കാനും ബുദ്ധിമുട്ടാണ്. വീട്ടുകാർക്ക് ഭാരം ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് തള്ളാനുള്ള സ്ഥലമല്ല ഇത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഒക്കെ സ്നേഹവും വാത്സല്യവുമാണ്. അത് കൊടുക്കാൻ കഴിയാതെ ഒരു സ്വല്ല ഒഴിച്ചുവിടുന്ന മാതിരി കൊണ്ടാക്കുന്ന കുട്ടികളെ ഇവിടെ പിടിച്ച് നിർത്തിയാൽ ഞാനത് അവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഈ കുട്ടി നിങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് വളർന്നാൽ മതി. ഇതാ, നിങ്ങൾക്ക് വയ്യായെങ്കിൽ എന്നെ ഏൽപ്പിച്ചോളൂ. ആരുമില്ലാത്ത 3-4 കുഞ്ഞുങ്ങളെ ഞാനിവിടെ എന്റെ കുഞ്ഞുങ്ങളായിട്ട് ഹോസ്റ്റലിൽ നിർത്തി വളർത്തുന്നുണ്ട്. കൂട്ടത്തിൽ നിർത്തിക്കോളാം. പക്ഷെ പിന്നീട് ഒരിക്കലും അവളുടെ അധികാരവും ബന്ധവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. അതിന് നിങ്ങളുടെ ഒറ്റ പൈസ ഇവിടെ ആവശ്യമില്ല, സ്വീകരിക്കില്ല. എന്റെ കുട്ടിയായിട്ട് അവൾ ഇവിടെ നിന്ന് വളരും. ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ബാക്കി എവിടെ കണ്ടില്ലേലും ഞാൻ സഹിക്കാം. അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് കാണിക്കാൻ കഴിയുന്നില്ലേ? ഐ കാൻ സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാണ്. എന്നെ ഈ കുട്ടിയും കൂടെ ഒരുമിച്ചിങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ ഒരു വികാരം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടാതെ പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ കള്ളം പറയായിരുന്നു. ഈ കുട്ടി ഞാൻ പ്രസവിച്ചതല്ല. ആ അർത്ഥത്തിൽ എന്റെ മോളല്ല. ആ അപകടത്തിൽ എന്റെ 2 മക്കളും പോയി. പിന്നീട് എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം കഴിയാൻ വയ്യാതായി. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതെനിക്കറിയാം. എങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഓർമ്മ വരിക മോർച്ചറിയിലെ തണുപ്പിൽ പുതച്ചു മൂടി കിടക്കുന്ന 2 കുഞ്ഞു തുണിക്കെട്ടുകളെയാണ്. അതൊരു വല്ലാത്ത ക്രൈസിസിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി.
ഞാനൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറി. അദ്ദേഹം ആ പഴയ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടി കഴിഞ്ഞ മാസം വരെ. ഇപ്പോഴാ വീടും വിറ്റു. ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? 1 വർഷവും 8 മാസവും. ജിജി നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് വിധിയുടെ ഒരു കൊളുത്ത് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതും ഒരു ആക്സിഡന്റിൽ കൂടെ തന്നെയായിരുന്നു. സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ബസ്സില് നല്ല മഴയുണ്ടായിരുന്നു, വല്ലാത്ത കാറ്റും. ഏതോ ഒരു വളവിൽ വെച്ച് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 6 യാത്രക്കാരുടെ ജീവൻ എടുത്തോണ്ട്. ഓർമ്മ വരുമ്പോ ഞാൻ എവിടെയോ ആണ്, എവിടെയോ ഒരു ഹോസ്പിറ്റലിൽ. എന്റെ തൊട്ടടുത്ത ബെഡിൽ ഈ കുട്ടിയും അതിന്റെ അടുത്ത ബെഡിൽ ഈ കുട്ടിയുടെ അമ്മ. ഏതാണ് എവിടുന്നാണ് എന്നൊന്നും അറിയാതെ. ആദ്യത്തെ 2 ദിവസം അമ്മയ്ക്ക് കുറേശ്ശെ ബോധമുണ്ടായിരുന്നു. കുട്ടിക്ക് തീരെ ഓർമ്മയുണ്ടായിരുന്നില്ല. കുട്ടി പോവുന്നാണ് ഹോസ്പിറ്റലിൽ എല്ലാരും പറഞ്ഞത്. പക്ഷെ 3-ാം ദിവസം പോയത് അമ്മയാണ്. ഓ, ഇതും പിള്ളേർക്ക് പഠിക്കാൻ പോണ കോള. ഏതാ എവിടുന്നാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലേ. കൂടിയാ 2 ദിവസം വരെ മോർച്ചറിയിലിരിക്കും. അത് കഴിഞ്ഞ സ്ഥലം വേണ്ടേ? പുതിയ പാർട്ടീസ് ചെന്നോണ്ടിരിക്കല്ലോ. എവിടുന്നുള്ളതാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട സഹോദരി ദാ കിടക്കുന്നു. പിന്നെ എങ്ങനെയാ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? വെറുതെ ഒന്നുകൊണ്ട് വള വള വളാന്ന്. ഞാനൊന്നും പറഞ്ഞു. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കാം. എന്താ ഡോക്ടർ? ഒന്നുമില്ല. സത്യത്തിൽ ഇനിയിപ്പോ ഒരു ഹോപ്പുണ്ട്. ഒന്ന് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയല്ലോ. ഡോക്ടർ, ഓർമ്മ തെളിഞ്ഞിട്ടില്ല. കിടന്നു. ഒന്നുമില്ല. കണ്ണടച്ച് കിടന്നു. മോള് കിടന്നുറങ്ങിക്കോ. അമ്മയാണ്. മോള് ഉറങ്ങിക്കോ. ആ, വേദന അറിയുന്നുണ്ട്. ഇനി ഉറങ്ങിക്കോളൂ. സിസ്റ്റർ, ആ കുട്ടിയുടെ അതിന്റെ അമ്മ ഇന്നലെ മരിച്ചുപോയി. എനിക്കറിയാം. ഇനി അത് അമ്മയെ തിരക്കുമ്പോ ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. 2 ദിവസം കഴിയട്ടെ. സ്ലോ ആയിട്ട് സെഡറ്റീവ്സ് നിർത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിയിച്ചാ മതി. എന്താ ഇത്?
ബെഡിൽ ഇറങ്ങിപ്പോയി കളഞ്ഞു. നോക്കാൻ ഇനി ഒരിടം ബാക്കിയില്ല. എവിടെയായിരുന്നു? ഓ ചുമ്മാ ഓരോ വാർഡിലായിട്ട് കയറി ഇറങ്ങി നടക്കുക. അമ്മയുണ്ടോ നോക്കിണ്ട്. അയ്യോ, അങ്ങനൊന്നും ഇറങ്ങി പോവരുത് കേട്ടോ ജിജി. ആ വേണ്ടേ ആടി, ഇനി ഇറങ്ങിപ്പോയാ ആടി. അമ്മ ഓ, ഇനിയിപ്പൊ ഇതിനോട് കാര്യം പറയാവുന്നേ ഉള്ളൂ. എന്തായാലും ഈ ആശുപത്രി കാമ്പൗണ്ട് മുഴുവൻ കയറി ഇറങ്ങാനുള്ള ശേഷി ഇതിനുണ്ടല്ലോ. എടി കൊച്ചേ, നിന്റെ അമ്മ ചത്തുപോയി. ബസ് പറഞ്ഞില്ലയോ? ആ മറിച്ചല്ലേ, നിന്റെ അമ്മ അങ്ങ് ചത്തുപോയി. നീ ഇങ്ങനെ കിടന്നോണ്ട് അമ്മ കുമ്മാന്ന് പറഞ്ഞ അവരുടെ പൊടി പോലും ഇനി കാണാൻ കിട്ടുകയില്ല. മതി. അല്ല, എപ്പോഴായാലും ആരെങ്കിലും പറഞ്ഞല്ലേ ഒക്കുള്ളൂ. അല്ല, ഉള്ളതാണോ ഇങ്ങനെ പൊതിഞ്ഞോണ്ടിരുന്നാല്? വാ കൊച്ചേ, വാ. എടോ, താനിങ്ങനെ എപ്പോഴാ പുറത്തു പോണത്? പോവാ, എപ്പോ വേണേലും പോവാ. ഇവിടെ അടുത്തെങ്ങാനും കൊള്ളാവുന്ന തുണിക്കടയുണ്ടോ? ഉണ്ടല്ലോ. എന്താ വേണ്ടേ? ആ കുട്ടിക്ക് ഒരു 2-3 സെറ്റ് നല്ല ഡ്രസ് എടുക്കണം. ജിജി, ജിജിക്ക് അച്ഛനില്ലേ? ഇല്ല. ചേട്ടന്മാരും അനിയത്തിമാരും ആരുമില്ലേ? ഇല്ല. എവിടെയാ വീട്? വീട് എവിടുന്നാ ബസ്സിൽ കയറിയത്? അങ്ങനെ. കൊറേ ദൂരെ നിന്നാണോ? ആ സ്ഥലത്തിന്റെ പേരെന്താ? അറിഞ്ഞൂടാ. എവിടെ പോവാനായിരുന്നു അമ്മയും ജിജിയും കൂടെ ബസ്സിൽ കയറിയത്? അറിയോ? ആരെയോ കാണാനാ. ആരെ കാണാനായിരുന്നു? അറിഞ്ഞൂടാ. ആരെയോ കാണാനായിരുന്നു. ആ സംഭവം അവളെ എന്നോട് വല്ലാതെ അടുപ്പിച്ചു. അവൾക്കവിടെ എല്ലാറ്റിനും ഒരാളായി ഞാൻ മാറി. എപ്പോഴും എന്റെ കൂടെ, എവിടെ പോയാലും എന്റെ പിന്നാലെ. 2 ദിവസം കൊണ്ട് 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ അടുക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ അടുത്തു. അതെങ്ങനെ, എന്തിന് എന്നൊക്കെ ചോദിച്ചാൽ, മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്കും അമ്മയില്ലാത്തൊരു മോൾക്കും ഒരു പക്ഷെ അങ്ങനെ അടുക്കാനൊക്കൂ എന്നേ മറുപടിയുള്ളൂ. ആന്റിക്ക് നാളെ പോവാന്നാ ഡോക്ടർ പറയുന്നേ. എനിക്കും പോവാവോ? കുട്ടിക്ക് പോവാറായിട്ടില്ല. കുറച്ചു ദിവസം കൂടെ കിടന്ന് സൂക്കേടെല്ലാം ഭേദമായിട്ട് പോവാം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ടാ പോവാ? നാട്ടിലേക്ക് പോവാൻ വഴി അറിയോ? അറിഞ്ഞൂടാ. ചെന്നെത്തിയാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങോട്ടാ പോവാ? അറിഞ്ഞൂടാ.
ഞാൻ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി ഏറ്റിച്ച് പോയിക്കോളാം. എന്തിനാ അച്ഛൻ വെറുതെ ബന്ധപ്പെടുന്നത്? ഞാൻ പൊയ്ക്കോളാം. അല്ല, അത് എനിക്കൊരു ബന്ധപ്പാടല്ല. ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് കലാശിച്ചല്ലെന്ന് ഓർക്കുമ്പോ ഇന്ന് ഇവിടെ നാട്ടിൽ അമ്പലത്തിൽ രക്ഷാർത്ഥന പൂജയാ നിന്റെ പേർക്ക്. ഭഗവാനെ, ഇതിൽ എന്റെ അഡ്രസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതു കേട്ടോ. മിടുക്കിയായിട്ട് വരണം.